6 ലക്ഷത്തിന് മുകളിൽ ലിറ്റർ മണ്ണെണ്ണ ബാലൻസ് ഉണ്ടെന്നും അത് വിതരണം നടത്തും എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ വിതരണത്തിന് ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതിന് മൊത്ത വ്യാപാരികളുമായിട്ടുള്ള ചർച്ച 7-ാം തീയതി നടക്കുന്നതാണെന്നും അതിനുശേഷം ചർച്ചയിൽ കാണുന്ന പരിഹാരത്തിനനുസരിച്ച് മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനം കേന്ദ്രം മുൻപ് അനുവദിച്ചിട്ടുള്ള മണ്ണെണ്ണ വിഹിതത്തിൽ നിന്ന് 75 ലോഡും നിലവിൽ അനുവദിച്ചിട്ടുള്ളതിൽ നിന്ന് 7 ലോഡും എടുത്തിട്ടുണ്ട്. ബാക്കി വിഹിതം എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എടുക്കുന്നതിനായി അപേക്ഷ കേന്ദ്രത്തിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നുമാണ് അറിയിപ്പ്. അടുത്ത വാർത്ത, ക്ഷീരകർഷകർക്ക് ഗുണമാകുന്ന ഒരുപാട് പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയാണ് ക്ഷീരശ്രീ പോർട്ടൽ. നമുക്ക് kshree.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിലവിലിപ്പോൾ 20 പശു വളർത്തുന്ന യൂണിറ്റുകൾക്ക് വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. 20, 10, 5, 2, 1 എന്നീ ഏത് ഗണത്തിൽപ്പെട്ട പശു വളർത്തലിനും നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഒരുപാട് ആനുകൂല്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുല്ലു വളർത്തുന്നതിനും പശു വളർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിലവിലിപ്പോൾ ആനുകൂല്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് സ്മാർട്ട് പശുഫാം തുടങ്ങുന്നതിനും അതുപോലെ തന്നെ കറവയ്ക്ക് ആവശ്യമായിട്ടുള്ള മിഷനറീസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും പോലുള്ള എല്ലാ പദ്ധതികൾക്കും നിലവിൽ ക്ഷീരശ്രീ പോർട്ടൽ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. തീർച്ചയായും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടി ക്ഷീരശ്രീ പോർട്ടൽ സന്ദർശിക്കുക. എന്നിട്ട് നിങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള ആനുകൂല്യം നേടിയെടുക്കാൻ ശ്രമിക്കുക. അടുത്ത വാർത്ത, ഓണത്തിന് വിതരണം ചെയ്യുന്നതിന് വേണ്ടി അധിക അരി കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം ആവശ്യം തള്ളുകയായിരുന്നു. എങ്കിലും കേരളം ജനങ്ങളെ കൈവിടില്ല എന്നാണ് പറയുന്നത്. സർക്കാർ നേരിട്ട് അരി വാങ്ങി ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിലിപ്പോൾ കെ-റൈസ് 33 രൂപയ്ക്ക് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നുണ്ട്. ഇതേ നിലവാരത്തിൽ തന്നെ ഓണത്തിനും വില കുറവിന് അരി നൽകുന്നതിനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. അടുത്ത വാർത്ത, PM കിസാൻ വിതരണത്തിനായി തയ്യാറെടുക്കുകയാണ്. 20ാമത്തെ ഗഡുവാണ് നിലവിലിപ്പോൾ വിതരണത്തിനായി തയ്യാറെടുക്കുന്നത്. നിലവിലിപ്പോൾ സൈറ്റിൽ എറർ വന്ന് മാറിയിട്ടുണ്ട്. എറർ വന്ന് മാറിക്കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിലാണ് യഥാർത്ഥ പേയ്മെന്റ് റിലീസ് ചെയ്യാറ്. സോ നമുക്കിനി ഈ 15 ദിവസത്തിനുള്ളിൽ തന്നെ PM കിസാന്റെ വിതരണം നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്ത വാർത്ത, സംസ്ഥാനത്ത് ഇന്ന് ഗോൾഡ് വിലയിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മുൻപത്തെ ദിവസത്തെ അപേക്ഷിച്ച് 1 ഗ്രാം സ്വർണത്തിന് 55 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. 55 രൂപ കുറവ് രേഖപ്പെടുത്തിക്കൊണ്ട് 1 ഗ്രാം സ്വർണത്തിന് 9,050 രൂപയാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 പവൻ സ്വർണത്തിന് 72,400 രൂപയും രേഖപ്പെടുത്തി. 1 പവൻ സ്വർണത്തിൽ ഉണ്ടായിരിക്കുന്ന വിലമാറ്റം എന്ന് പറയുന്നത് 440 രൂപയാണ്. 18 ക്യാരറ്റ് സ്വർണത്തിന് 1 ഗ്രാം സ്വർണത്തിന്റെ വില 7,405 രൂപയാണ്. 1 പവൻ സ്വർണത്തിന്റെ വില 59,240 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 45 രൂപയും 1 പവൻ സ്വർണത്തിന് 360 രൂപയുടെയും വ്യത്യാസമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു.